എന്ത് ചെയ്തു കഴിഞ്ഞാലും ക്ഷീണം, എത്ര ഉറങ്ങിയാലും തീരാത്ത ക്ഷീണം. ഇത്തരത്തിലുണ്ടാവുന്ന ക്ഷീണത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട്. നമുക്ക് പോഷകാഹാരക്കുറവ്, അതായത് ന്യൂട്രീഷണൽ ആയിട്ടുള്ള ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ തൈറോയിഡിന്റെ രോഗം ഉണ്ടെങ്കിലോ, കൺട്രോൾ ഇല്ലാത്ത പ്രമേഹ രോഗം ഉണ്ടെങ്കിലോ, സ്ട്രെസ്സൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ക്ഷീണം ഉണ്ടാവും. ഞാൻ ഡോക്ടർ ആഷ്ന. എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ മനസ്സിലായ ഒരു കാര്യമാണ് പോഷകാഹാരക്കുറവാണ് ഈ ക്ഷീണത്തിന്റെ പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. ഞാൻ ഈ പറയാൻ പോകുന്ന ഈ 5 പോഷകങ്ങളാണ് ക്ഷീണത്തിന്റെ പ്രധാന കാരണങ്ങൾ. ആദ്യത്തേതാണ് മഗ്നീഷ്യം. ഞാൻ എൻ്റെ പേഷ്യൻസിന് മഗ്നീഷ്യം കൊടുക്കുമ്പോഴേ മഗ്നീഷ്യത്തിന്റെ സപ്ലിമെന്റ് എടുക്കുമ്പോൾ അവർക്ക് ക്ഷീണം പെട്ടെന്ന് മാറാറുണ്ട്. അതുപോലെ നമ്മുടെ ബ്ലഡിൽ അയേൺ കുറഞ്ഞിരിക്കുക, നമ്മുടെ ബ്ലഡിൽ ഇരുമ്പിന്റെ അംശം കുറഞ്ഞിരിക്കുക, അയേൺ, ഹിമോഗ്ലോബിൻ, ഫെറിറ്റിൻ കുറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ക്ഷീണം ഉണ്ടാവും. മൂന്നാമത്തേതാണ് വൈറ്റമിൻ ഡി. ഇപ്പോൾ ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും വൈറ്റമിൻ ഡി നല്ല രീതിയിൽ കുറവാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ക്ഷീണത്തിന്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. നാലാമത്തേതാണ് വിറ്റാമിൻ B12 കുറഞ്ഞിരുന്നാലും നമുക്ക് എപ്പോഴും ക്ഷീണം അനുഭവപ്പെടും. അഞ്ചാമത്തേതാണ് അയഡിൻ കുറഞ്ഞിരുന്നാൽ തൈറോയ്ഡ് രോഗം ഉണ്ടാകും. തൈറോയ്ഡ് രോഗമുള്ളവർക്ക് എപ്പോഴും ഒരു ക്ഷീണത്തിന്റെ പ്രോബ്ലം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബ്ലഡിൽ ഇത്തരം ടെസ്റ്റുകൾ കൺഫേം ചെയ്യുക. ക്ഷീണത്തിന്റെ കാരണത്തിനെ ട്രീറ്റ് ചെയ്ത്